വെടിക്കും തിയേറ്ററിനകത്ത്. ഒരു പൊട്ടല് ആ വിട്ടുപോട്ടത് പോലെ അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. നമസ്കാരം. ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം, അത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ്. കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന്. തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത്. അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഇതൊന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആളുകൾക്ക് സംശയമായി, ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു തുടങ്ങി. അപ്പം ഞാനത് ഇന്നലെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു. കാരണം എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെടിക്കും തിയേറ്ററിനകത്ത്. ഒരു പൊട്ടല് ആ വിട്ടുപോട്ടത് പോലെ അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് 150 പരം സ്ക്രീൻ എക്സ്ട്രാ വരിക. അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും. ഒപ്പീനിയൻ ഉണ്ട്, പക്ഷെ കളക്ഷൻ ഇല്ല. അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട്, ഒപ്പീനിയനുകൾ കയറുന്നില്ല. ഇങ്ങനെ പല തരത്തിലുള്ള പറയും. ഇതെല്ലാം കൊണ്ടും, ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്തതെന്ന് നമുക്ക് താങ്ക് യു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയുന്നത് തേനി ഈശ്വർ സാറിനോടാണ്. ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും നിങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നത്. കഥയിൽ തന്നെ പ്രസൻറ്റും 1983 ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമാക്കി തന്ന അയ്യാ உங்களுக்கு ரொம்ப വണക്കത്തെ தெரிவிச்சு കൊള്ളുകയെ. പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സാർ, പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ തകർത്തിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് ബാറ്റൺ കൈമാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാമുക്ക് സംസാരിക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം. ഞാൻ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഇവിടെ അതിഥിയാണ്. അതെ, സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകുന്ന പറഞ്ഞ എല്ലാവർക്കും സന്തോഷമുണ്ട്. കാര്യമാണ് എനിക്ക് പറയാം. ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിലുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർ സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. ഇതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം. ജയറാമിൻ്റെ കയ്യിൽ തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെടുത്ത് മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നാണ് അറിയുന്നതിനുള്ള സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുടക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാവും തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട്. സിനിമയെന്ന് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമുള്ള ഒരു മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഭാവി സിനിമ അവരുടെ
ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ നശ്വര രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ പടം റിലീസായിട്ട് നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ. ഒരു നല്ല ക്രൂ, നല്ല സിനിമ, അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ എന്നുള്ളതാണ്. അതിൽ മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെൻറ്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ എന്ന് എല്ലാം പറഞ്ഞു തന്നാൽ മിഥുൻ ചേട്ടൻ. ജയറാമേട്ടനോട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല, ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ സെയിം കോമ്പിനേഷൻ സെറ്റിൽ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല, ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തേനീസാറെന്ന് എനിക്കിപ്പം ഓരോ ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനീസാർ. ഒരു DOP എന്നതിനപ്പുറം എനിക്കൊരു ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ല இருக்கும் എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു ശ്രീനി സാർ. പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റി, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെ റേഞ്ച് തന്നെ മാറ്റി മിഥുൻ ചേട്ടൻ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ, എൻ്റെ വർക്ക്, ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന് എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അപ്പം സിനിമ ഏറ്റെടുത്തവരടുത്ത് നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും. അപ്പം സിനിമ എന്തായാലും തിയേറ്ററിൽ പോരുന്നത് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. எல்லாருக்கும் வணக்கம். ஓஸ்லர் படம் வந்து வெற்றி அடி செஞ்சவங்க எல்லாருக்கும் நன்றி. மலையாள சினிமாவில் நான் வர்றதுக்கு மம்முட்டி சார் தான் வந்து என்னை வந்து இங்கே கூட்டிகிட்டு வந்தாங்க. அவருக்கு என்னுடைய நன்றி சார். சார் கூட வந்து நான் பேரன்பு தமிழில் பேசுகிறேன். நான் சார் கூட வந்து பேரன்பு படம் ஒர்க் பண்ணேன். பெரிய கிஃப்டான ஒரு டைம் எனக்கு ராம் கூட சார் கூட ஒர்க் பண்ண கொடுத்தாங்க. அதில் சார் கூட ஒர்க் பண்ணும்போது எனக்கு அவ்வளோ பிரமிப்பாக இருக்கும். மம்முட்டி சார் கூட ஒர்க் பண்ணுற அந்த நிமிடங்கள் எல்லாமே அது அப்படியே தொடர்ந்து சார் எனக்கு நிறைய வாய்ப்புகள் கொடுத்தாங்க. இப்போது இந்த ஃபிலிமில் ஜெயராம் சார் கூட சேர்ந்து ஒர்க் பண்ணுற ஒரு பெரிய பாக்கியம் கிடைச்சது. மிதுன் மேனுவல் அவர் ரொம்ப பிரமாதமான ஒரு டைரக்டர். டோட்டலாக இங்கே எல்லாருமே அவ்வளோ பிரமாதமாக பேசுகிறதுக்கு எனக்கு பாக்கியம் இருக்குது. ரொம்ப சந்தோஷமாக இருக்குது. அண்ட் ரொம்ப அசிஸ்டன்ட் டைரக்டர்ஸ் எல்லாத்தையுமே சொல்லுவோம், அவங்க எல்லாமே ரொம்ப டெடிக்கேட்டடாக ஒர்க் பண்ணுவாங்க ஷூட்டிங் ஸ்பாட்டில். ஒவ்வொரு நாளும் ரொம்ப சந்தோஷமாக போகும். இந்த மேடை இவ்வளோ இவங்களை எல்லாம் பார்க்குறது ரொம்ப சந்தோஷம். தேங்க்யூ. அண்ட் மியூசிக் ஸ்கோர் வந்து ரொம்ப பிரமாதம், எல்லாமே ரொம்ப நல்லா பண்ணியிருந்தாங்க. தேங்க்யூ ஸோ மச். தொடர்ந்து நான் வந்து மலையாள சினிமா இந்த மாதிரி நிறைய பண்ணிகிட்டே இருக்கணும்னு ஆசைப்படுறேன். தேங்க்யூ ஸோ மச். എല്ലാവർക്കും പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യമാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാദിഖ്. എന്താ പറയുക, എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. അതായത് ലൈക്ക് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രത്തോളം റെസ്പോൺസ് വരികയും എൻ്റെ ആദ്യത്തെ സിനിമയാണത്. ആ സിനിമ തന്നെ എൻ്റെ ഏറ്റവും ഞാൻ നന്ദി പറയേണ്ടത് നിതിൻ മഞ്ജു തോമസ് എൻ്റെ ചേട്ടനോടാണ്. എന്നെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസുകളുടെ കണ്ണ് നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ജയറാമേട്ടനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞവർ, ജയറാമേട്ടൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു.
എന്താ പറയുക, എനിക്ക് ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. നന്ദി ചേട്ടാ, നന്ദി. ജയറാമേട്ടാ നന്ദി. നമുക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്, സോ അതിൻ്റെ ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. എൻ്റെ പേര് ഷിജി. എബ്രഹാം മോസ്റ്റിൽ ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. മിഥുൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ജനിച്ചതിന് ശേഷം ഓർമ്മ വെച്ച സമയത്ത് നമ്മൾ കാണുന്നതാണ് മമ്മൂക്കയുടെ ജയറാമേട്ടൻ്റെ സിനിമയെല്ലാം. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ലക്കാണ്, വലിയൊരു ബ്ലെസ് ആണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ശിവ ഹരിഹരൻ. ഇതുപോലെ തന്നെ ഓസ്ലറിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷം അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്നുള്ളത് മമ്മൂക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. പക്ഷെ ഓസ്ലറിന് വന്നപ്പോൾ അത് പറ്റി. താങ്ക് യു സോ മച്ച്. ജയറാമേട്ടൻ്റെ കൂടെ ജയറാമേട്ടൻ്റെ ഒരു സിനിമയിൽ ഭാഗമാവാം, അതിന് വളരെയധികം സന്തോഷം. പിന്നെ മിഥുൻ ചേട്ടാ, നന്ദി പറയാൻ വാക്കുകളില്ല, അത്രയധികം സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. ഈ ബൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴും എന്താണ് പറയേണ്ടത് അറിയില്ല. വളരെ വളരെ വളരെയധികം സന്തോഷം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവരാജ്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്, വാക്കുകളൊന്നും കിട്ടുന്നില്ല. മിഥുൻ ചേട്ടാ നന്ദി. മിഥുൻ ചേട്ടൻ്റെ ടീമിന് നന്ദി. റൈറ്റർ ഒരുപാട് നന്ദി. ഒരു മമ്മൂക്കയോട് നന്ദി, ജയറാമേട്ടനോട് നന്ദി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നന്ദി, സാറിന് നന്ദി, ഉദ്ദേശം നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ആര്യ സലീം. ഈ മയോനും മിന്നൽ മുരളിക്കും ശേഷം എനിക്ക് ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഉള്ളൊരു മൂവി കിട്ടുന്നത് ഓസ്ലറാണ്. അതിന് ആദ്യം തന്നെ മിഥുനേട്ടന് നന്ദി. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ജയറാമേട്ടൻ, അതുപോലെ മമ്മൂക്കയുടെ ഒപ്പം ഒരു സ്ക്രീൻ പങ്കിടാൻ പറ്റിയത് ലൈക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. കേൾവികൾ ഓക്കെ, എന്നാൽ ഒന്നോ രണ്ടോ കേൾവികൾ ഞാനായിട്ട് വന്നാം. തേനിസാറിന് വേണ്ടി ഞങ്ങൾ സെറ്റിൽ മൊത്തം പകുതി തമിഴായിരുന്നു. ചോദിച്ചോളൂ. മമ്മൂക്കയോട് കഥ പറഞ്ഞപ്പോൾ മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ എൻട്രിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നൊന്നല്ല, എല്ലാവരും ഗൂസ്ബംസായി. മമ്മൂക്ക ഇത് അംഗീകരിക്കാനായുള്ള ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി? മമ്മൂക്കിനെ കൺവിൻസ് ചെയ്തു. അതാണ് എനിക്ക് പറഞ്ഞത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണോ? കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞത് അതൊക്കെയാണ്. പക്ഷേ ജയറാം എന്നുള്ള നടനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ള ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ, മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്തുകൊണ്ട് ഡോക്ടറുടെ ഇടയ്ക്ക് പറയും മമ്മൂക്കാരെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണല്ലോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യമുണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾഡ് സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് അദ്ദേഹത്തോടൊരു അറിയാലോ ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട്. അല്ലേ അതുകൊണ്ട് അടുത്ത്
നമുക്ക് ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പറഞ്ഞു ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, ഇതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണ്, അതോ അതിലെ കഥാപാത്രമാണ്? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണനയോട്. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ, നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം ഉള്ള ആളാണ്. ജയറാമേട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടമായല്ലോ. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം മിഥുമാനുവൽ പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്കതെന്ന് പറഞ്ഞ് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ജയറാമുള്ള സ്നേഹം എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഈ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിഥുമാനുവലിനെ സന്തോഷമാക്കി ബാക്കി ചെയ്ത് വിട്ടോളാം. ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്, ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിലൊരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെയിരിക്കും? നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിന് തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്. സെൻസിബിലിറ്റിക്കൊക്കെ ശേഷം ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ റെഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം എന്ന് നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ റെഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇങ്ങനെ പരിപാടിയെന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞു. അതൊക്കെ അങ്ങനെ എവിടുന്നോ വന്ന് വീട് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, റെഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത്, രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു. ഇല്ല, ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ? അതിലപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിനും ഇല്ല, പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പം അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. തന്നെ പിന്നെന്താ ചോദിച്ചു പറഞ്ഞു. പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ, ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണാസ്. എനിക്ക് പറയാൻ അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ടൻ കൃഷ്ണദാസ് എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ അവന്റെ കൃഷ്ണദാസ് ആണോ വിളിക്കുന്നത്? പോലീസുകാരല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ആ കൃ കറക്റ്റ് വരും അല്ലേ? വേണ്ട, കൃഷ്ണദാസ് എന്ന് വിളിക്കുമ്പോൾ ആ കൃ വരില്ലാണ്. അതാണ് പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം കാതിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടക്കം പറഞ്ഞ സംഗതി, ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു.
ഇപ്പൊ ഓസ്ലറിലെ തന്നെയാണെങ്കിലും സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരുടെ താല്പര്യം. ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്. ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്. ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്തോളാം വെളുപ്പം കാലത്ത് രാവിലെ. അപ്പോൾ ജയറാമിനോട് അന്ന് പോലും നമുക്കറിയാവുന്നത് അറിയാം. സിനിമയിൽ വന്നതിനൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സാർ കഥ അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നു അദ്ദേഹം. എന്തെങ്കിലും കാരണമുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. நீங்க மம்முக்கா சார் வந்து ரொம்ப கிரவுண்டடா ப்ரெசென்ட் பண்ணியிருக்கீங்க. பேரம்புல இல்லை புடுவில் இந்த படத்தில் வந்து ரொம்ப சினிமேட்டிக்கா ஒரு 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 செலிப்ரேட்டடா ஒரு ஷார்ட்ஸ் எல்லாம் வச்சு ஸ்டைலைஸ்டாக பண்ணியிருக்கீங்க. ஸோ அது அதோட அப்ரோச் எப்படி இருக்கு? சொல்லுங்க. பேரன்பிலையும் புடுவிலையும் வந்து ரொம்ப கிரவுண்டடா சார் ப்ரெசென்ட் பண்ணி, ഓസ്ലറിൽ வந்து ഒരു ഒരു സ്റ്റാറെ வந்து ப்ரெசென்ட் பண்ற மாதிரி ஒரு செலிப்ரேஷன் இருக்கு. அந்த கூஸ் பம்ப்ஸ் இருக்கு, ஒரு அட்ரினல் ரஷ் இருக்கு. அந்த 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 செட்டோட டைம் அந்த மொமெண்ட் எப்படி ரீகலெக்ட் பண்ணுங்க? அது ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அது அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது. சாருடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அண்ட் இன்ஃபேக்ட் நீங்கள் பேரன்பு பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷன் தான் எக்ஸ்ப்ளோர் பண்ணுறது. எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பர்கள் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே பிரேமில் பார்க்கும்போது எனக்கு சார்கிட்ட சொல்லிகிட்டே இருப்பேன். இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போயிட்டு எக்ஸாக்டாக சொல்லிகிட்டே இருப்பேன். அதனால் இன்னும் கூட இது பண்ண முடியல. சார்கிட்ட ஒரு மேஜிக் அது எப்படி எங்கே இருக்குன்னு தெரியல. நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் அது இன்னொரு விஷயம் சொல்கிறேன். ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்தீங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கு. எனக்கு மனசு மைண்டு அந்த அந்த விஷயங்கள் அவர் ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அந்த அந்த சீக்வன்ஸ் பண்ணும்போது. இது எல்லாமே கேரக்டரைசேஷன் சார் ரெண்டு பேருடைய எல்லாம் சேர்ந்து தான். ചേട്ടാ നമസ്കാരം. ചേട്ടാ ചേട്ടൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു ഒരു നീതിമാന്മാർ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്കാ ഡിസ്റ്റർബൻസ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം ഓസറിൽ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അതിൽ പ്രേക്ഷകർക്ക് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ. പക്ഷേ ഓസറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്.
അപ്പോൾ അഞ്ചാം പാതയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ഞാൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുന്നുണ്ട് വരുമ്പോൾ ഇമോഷണൽ അഞ്ചാം പാതിര, അത് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമ. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ. പിന്നെ പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ, അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവൻ്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ല, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ അഞ്ചാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യാവിൻ മാബെരും നടികർ. അത് ആ ക്യാപ്ഷൻ കേട്ട് മിസ്റ്റർ തേനി ഈശ്വരനുണ്ട്. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജനാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും വാ തുറന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ, അതാണ് അതെ. അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യ സാധനങ്ങളായ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചുകൊണ്ടുവന്നത് വിധിച്ചിട്ടുണ്ട്. ഏറ്റവും ആവശ്യമായിരുന്ന മലയാളത്തിലേക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ വേണമല്ലോ. അവിടെ നിന്ന് ഇവിടെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്ലിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അദ്ദേഹത്തിന് തീരുമാനം വരുന്നത് കേട്ടോ. അദ്ദേഹത്തിന് തീരുമാനം വരുന്നത് അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ എന്നോട് കഥ പറയുന്നത്. ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്റ്റ് അങ്ങ് ഞാനിതിനും വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. പടത്തിന്റെ അവസാനം നമ്മുടെ ഓസ്ലറിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു, ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലുള്ള ഓസ്ലർ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനൊരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. മമ്മൂക്ക ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു. ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീസർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക ഒരു രക്ഷയില്ലാണ്ട് ടീസർ കണ്ടിട്ട്, ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് മമ്മൂക്ക. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് തന്നെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്കൊത്ത് വരണ്ടേ, നമുക്ക് സമയമുണ്ട് അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചത് ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥയുണ്ട്, നാം ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തുള്ളൂ. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനെ ഞാൻ പല ദിവസങ്ങളിൽ ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ എടുക്കണം.
അങ്ങനെ അവസാനം അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിൻ്റെ വാതിൽക്ക് പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ കൊടുത്തത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്തി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ ആ ഇവിടെ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്കൊന്നുമില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എനർജി എവിടെ ഉണ്ടായിരുന്നു? അതന്നെ ഈ ഒരു ഏജിൽ പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് കൂടെ എൻ്റെ എനർജി. ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതിലും കണ്ണൂർ സ്കോഡ് കണ്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുപർവത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട്. 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വെക്കൂലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സ്വന്തമാണ്. മമ്മൂക്ക നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്. അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും പോകണം. അപ്പോൾ അദ്ദേഹം ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.